എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതാ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലായിടത്തും നന്നായിട്ട് വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലവിൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊഴുത്തത്തെ വെള്ളമൊക്കെ ഒരുവിധം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം ഇറങ്ങിയിട്ടുള്ളൂ, ഇനിയും പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ കന്നാലികളൊക്കെ സേഫായിട്ടിരിക്കുന്നു, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പാലൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 ദിവസമായിട്ട് പാൽ സപ്ലൈ ഒന്നും ഇല്ല. പിന്നെ കറവായാലും എന്താ പറയുക, ഒറ്റ നേരമൊക്കെ ആക്കിയിട്ടാണ് കറവ്. കാരണം നമുക്ക് 2 നേരം തൊഴുത്തിലിരുന്നിട്ട് കറക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് 3 എണ്ണത്തിനെ കറക്കാനുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരുവിധം എല്ലാവരും നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എരുമകളൊക്കെ ഒറ്റ നേരം കറവാക്കിയ കൊണ്ട് തന്നെ നമ്മളും രാവിലെ മാത്രം കറന്നിട്ടുള്ള പാല് കാച്ചിയിട്ട് തൈരാക്കുമായിരുന്നു കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിമിഷം മതിയില്ല നമുക്കൊന്നുമില്ലാതെ ആവാനായിട്ട്. ഇപ്പോൾ വയനാട്ടിൽ കണ്ടില്ലേ, രാവിലെ അവർ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ആ നാട് തന്നെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് പ്രകൃതി കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കിടന്നുറങ്ങുമ്പോൾ വരെ പേടിച്ച് കിടന്നുറങ്ങേണ്ട സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ തൊഴുത്തത്തെ വെള്ളത ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശെയായിട്ട് ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചും കൂടി വെള്ളമേ പോകാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഒരുവിധം വെള്ളമൊക്കെ പോയി നമ്മൾ എരുമകളിലൊക്കെ കഴുകി ഒരു 2 ദിവസം ഇവർ തൊഴുത്തിൽ കിടന്നിട്ടില്ല കേട്ടോ. കാരണം വെള്ളം അത്രയ്ക്ക് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നമ്മുടെ തൊഴുത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ചാലിലൊക്കെ വെള്ളമുണ്ട്, അതൊന്നും പോയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മക്കൾ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല, അവർ സേഫാണ്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ അവരെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കതാണല്ലോ വേണ്ടത്, മിണ്ടാപ്രാണികളെ നോക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കർത്തവ്യം. നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ തോട്ടിലും എല്ലായിടത്തും ഇതാ വെള്ളം നിറഞ്ഞു, കുറേ വേസ്റ്റ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി.